ഹും, എല്ലാം തീർന്നു. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആ ബിസിനസ് തുടങ്ങിയത്. ഒരൊറ്റ തിരിച്ചടിയിൽ എല്ലാം തകർന്നില്ലേ. ദൈവമേ, നീ എന്നെ മാത്രം എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ചേട്ടാ, എന്താ ഇത്ര ആലോചിച്ചിരിക്കുന്നത്? പിന്നെ ആലോചിക്കാതെ, ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാ. നാളെ എന്ത് ചെയ്യണമെന്ന് ഒരു വഴിയുമില്ല. എന്നിട്ടും നീ ഇത്ര ശാന്തമായി നടക്കുന്നു. ചേട്ടാ, നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്ക്. അവിടുത്തെ പരിപാലനയിൽ വിശ്വസിക്കുക. ദൈവപരിപാലനയോ? അതൊക്കെ പണ്ട് ആൾക്കാർക്ക് സമയമുണ്ടായിരുന്നപ്പോൾ. ഇന്നിവിടെ ജീവിക്കാൻ പണം വേണം. ദൈവം വന്ന് എൻ്റെ കടം വീട്ടി തരുമോ? എന്താ ആൽബിൻ, വലിയ ചിന്തയിലാണല്ലോ. ഒരു വച്ചാ ഒന്നുമായില്ല. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റും? ദൈവത്തിന് എന്നോട് ഒരു സ്നേഹവുമില്ല. ആൽബിൻ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ടു എന്ന് കരുതരുത്. ലളിതമായ കാര്യങ്ങളിലൂടെ അവിടുന്ന് നമ്മെ വഴി നടത്തും. നിനക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയെ അറിയില്ലേ? ആ, കൊച്ചുത്രേസ്യയല്ലേ? അവർക്കൊന്നും ഞങ്ങളെപ്പോലെ കുടുംബഭാരമോ സാമ്പത്തിക പ്രതിസന്ധിയോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ അച്ഛാ. വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിച്ചത്, മറിച്ച് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാനാണ്. ത്രേസ്യയുടെ ജീവിതം മുഴുവൻ ദൈവപരിപാലനയിലുള്ള ശരണപ്പെടലായിരുന്നു. അതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം അതല്ലല്ലോ. നാളെ ഞാൻ എങ്ങനെ കടം വീട്ടും? ഈ സാമ്പത്തിക ഭാരം താങ്ങാൻ എനിക്ക് കഴിയില്ല അച്ഛാ. മോനെ ആൽബിൻ, നമ്മൾ തികച്ചും ബലഹീനരാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിപാലന പൂർണ്ണമായി വെളിപ്പെടുന്നത്. ത്രേസ്യ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ കരയുകയാണോ? എനിക്ക് അമ്മയെ ഓർമ്മ വരുന്നു. നീ വിഷമിക്കേണ്ട. അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേ. ത്രേസ്യ, ത്രേസ്യ. ത്രേസ്യയിൽ പെട്ടെന്നൊരു ഹൃദയപരിവർത്തനമുണ്ടായി. നിത്യസമ്മാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിലെ ത്യാഗങ്ങളും വേദനകളും വളരെ നിസ്സാരമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവപരിപാലനയിലേക്ക് അവൾ വളർന്നു കഴിഞ്ഞിരുന്നു. അമ്മയുടെ മരണത്തോടെ നഷ്ടപ്പെട്ട ആത്മീയ വീര്യം അതോടെ കൊച്ചുറാണിക്ക് തിരികെ കിട്ടി. ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവൾ അത് നിലനിർത്തുകയും ചെയ്തു. ചേച്ചി, അമ്മ എന്നോട് സംസാരിച്ചു. കുഞ്ഞേ, ഇതാണ് ദൈവപരിപാലന. കണ്ടോ ആൽബിൻ, സ്വയം തകർന്നെന്ന് കരുതിയ ആ നിമിഷത്തിലാണ് ത്രേസ്യ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിഞ്ഞത്. നമ്മൾ സ്വയം കഴിവില്ലാത്തവരാണെന്ന് തിരിച്ചറിഞ്ഞ് ശരണപ്പെടുമ്പോൾ ദൈവം തൻ്റെ പരിപാലന കൊണ്ട് നമ്മെ താങ്ങും. ഒരുപക്ഷെ എനിക്ക് ആ വിശ്വാസം കൈവിട്ടു പോയിരിക്കാം. എല്ലാം എൻ്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും നേടാമെന്ന് ഞാൻ കരുതി.
അതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ദൈവപരിപാലന എന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കലല്ല, നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ആൽബിൻ, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. നമ്മുടെ ഇടവകയിലെ ചാരിറ്റി ട്രസ്റ്റ് വഴി നിന്നെപ്പോലെ സത്യസന്ധമായി ബിസിനസ് ചെയ്ത് തകർച്ചയിലായവർക്ക് ചെറിയ പലിശരഹിത വായ്പ നൽകാൻ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. നിന്റെ പ്രോജക്റ്റ് ഞാൻ ബോർഡിൽ കൊടുത്തു, അത് പാസ്സായിട്ടുണ്ട്. അച്ഛാ, എന്താ അച്ഛാ ഈ പറയുന്നത്? സത്യമാണോ? ദൈവമേ നന്ദി. കൊച്ചു ത്രേസ്യ പുണ്യവതി വഴി ദൈവം തന്ന ഉത്തരമല്ലേ ഇത്? അതേ ആൽവിൻ, നീ പ്രതീക്ഷ അറ്റെന്ന് കരുതിയ നിമിഷത്തിലാണ് ദൈവം വഴി തുറന്നത്. ഇത് ദൈവത്തിൻ്റെ പരിപാലനയാണ്. ഇതിൽ നിന്റെ അധ്വാനവും ദൈവത്തിൻ്റെ കൃപയും ഒന്നു ചേർന്നു. എനിക്കെല്ലാം മനസ്സിലായി അച്ഛാ. നമ്മൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഒരു നാളും കൈവിടില്ല. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞതുപോലെ എനിക്കിനി എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സംശയമില്ല. ദൈവപരിപാലന എന്നത് ഒരു അത്ഭുതമല്ല, അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും കൂടെയുള്ള ദൈവസാന്നിധ്യമാണ്. അതെ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി ശരണപ്പെടുക. കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം എന്നും നമ്മോട് കൂടെ ഉണ്ടാകും.